ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചലഞ്ച് ആക്കാം. ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനുവിന് ചെറുതായിട്ടൊരു പണി കൊടുക്കാം. നമ്മൾ ഓൾറെഡി അവിടെ കുക്കിങ്ങിലാണ് ഉള്ളത്. എന്തായാലും ഒരു കുക്കിംഗ് ചലഞ്ച് തന്നെ കൊടുക്കാം. ഹൈഫ, എന്താ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഞാനേ എനിക്കൊരു ചലഞ്ച് ആക്കാം. അതായത് അന്ന് നമ്മൾ മറ്റേ ഇങ്ങനെ വണ്ടി പോണ സമയത്ത് എൻ്റെ ഉമ്മ ഒരു റീൽ എന്താ അയച്ചു ഓർമ്മയുണ്ടോ? ഷോർട്ട് എന്തോ ആയിട്ട് ഒരു കേക്കിൻ്റെ ഓർക്കുണ്ടോ? ആ റവ കേക്ക്, അതല്ലേ നിങ്ങൾ പറയാം. അത് നീ എനിക്ക് ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കിയില്ല, അതന്നെ, അതാണ് ചലഞ്ച്. ജസ്റ്റ് എന്ത് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നോക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം. കാരണം ഇപ്പോൾ ലേറ്റാണ്, കടകളധികം ഇല്ല. അപ്പോൾ 1-2 സാധനമൊക്കെയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഒരുപാട് സാധനം അതിലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. നോക്കിയിട്ടൊന്ന് പറ, എന്നിട്ട് നമുക്കിന്ന് അത് നോക്കിയല്ലോ. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് വാ. അതല്ല, നമ്മൾ എന്തിനാ വന്ന് എന്തുണ്ടായി തരണം എനിക്ക്? പറ, അന്ന് എനിക്ക് എന്തുണ്ടായി തരുന്ന പറ. റവ കേക്കോ? അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പറ, നോക്കട്ടെ. മുട്ട, ബാക്കിയുള്ളതൊക്കെ ഏല് നോക്കിട്ട് വോയിസ് വരും കേട്ടോ. പറ, എന്താ വേണ്ട പറ. മുട്ട ലാസ്റ്റ് അയലാണ്. ഇതല്ല, ഈ മുട്ട അല്ലേ? ഇതാണ് അവസ്ഥ. മുട്ട ഏതാണ് പോലും ആൾക്ക് അറിയില്ല. കോഴിമുട്ടയുടെ ഈ കോഴിമുട്ട ഇതാ അവിടെ നടക്ക്, നോക്കട്ടെ, കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ലാസ്റ്റ് അയലുണ്ടാവും. ഈ ഷോപ്പിൽ നമ്മൾ മുന്നേ വന്നാണേ. അത് ഇങ്ങോട്ട് പോവും, കുറച്ചുകൊണ്ട് ഫ്രണ്ട് പോവും. ഇതാണ് മുട്ട. അതിൽ ചെറുതെടുത്താൽ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. വെറുതെ എടുത്ത് കളയാൻ പറ്റില്ല. ഏതാണ് എടുക്കണത്? നോക്കട്ടെ, വാങ്ങിച്ചോ. അത് നോക്ക്, ഏതാ വേണ്ട. ആനമുട്ട വാങ്ങണ ഇന്ന ദേഷ്യം വരുന്നുണ്ടോ? എങ്ങടാ ബില്ല്? അവിടെയാണ് താത്ത, അപ്പുറ സൈഡിലുള്ള ബില്ല്. അത് ശരി, നമ്മൾ വാങ്ങാൻ വന്ന സാധനം കിട്ടി. ഇനി വാഫിൾ എന്താണ് ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങേണ്ടി വരുന്നില്ലേ? വാനില എസൻസ് ഉണ്ടോ അവിടെ? പിന്നെന്താ ഉള്ളത്? പഞ്ചസാര ഉണ്ടോ? മാഗിയോ റവ കേക്കിലോ? എന്താ സീനു എൻ്റെ കഥ? ചോക്ലേറ്റ് സെഷനിലേക്ക് കൂടി വാങ്ങി വെച്ച ചോക്ലേറ്റ് ആദ്യം കഴിക്കുന്നു, എന്നല്ലേ അടുത്ത് വാങ്ങണ്? തീരണ്ടേ? തള്ളി ഇടുക നീ എന്നെ. നിന്റെ രസമാണ്. ശരി എന്നാ. ഓ വാ പോവാ, നടക്ക്, ഇങ്ങോട്ട് വാ, പോവാ നടക്ക്, നോക്കി നടക്ക്. കേട്ടോ, ബില്ലാക്കലിനി ബില്ലാക്കാം. ഇതിലേത് മുട്ട ഇപ്പൊ ഈ ഇടാൻ പോണത്? ആനമുട്ട? അത് ശരി, ആനമുട്ടയൊക്കെ ഉണ്ട്. ബില്ലാക്ക അറിയോ? എങ്ങനെ ബില്ലാക്ക? സ്റ്റാർട്ട് കൊടുക്ക്. ഓക്കെ, സ്കാൻ ചെയ്യ്. അത് ശരി, ഇതൊക്കെ അറിയണ്ടല്ലോ. പേയ്മെന്റ് ചെയ്തോ? എന്ത് പൈസ കൊടുത്തോ? അത് ശരി, ഇന്റെ കോഡ് വാങ്ങി കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കില്ല, അത് വെച്ച് കൊടുത്തോ. ആ കടന കൊടുത്തോ. അത് ശരി, പൈസ എവിടെയൊക്കെ ഉള്ളതുകൊണ്ടേ കാർഡ് ഏതൊക്കെ വെച്ചാണ്ട് കൊടുക്കുന്നല്ലേ. എടുക്ക്, നടക്ക്. സ്റ്റോറ് ക്ലോസ് ചെയ്യണ സമയത്ത് വന്നിട്ട് എന്താ? ഇല്ലടി, തരില്ലടി. പൂവൊന്നും വേണ്ട. എന്തിനാ പൂ? എനക്ക് നല്ലൊരു പൂ കിട്ടിയില്ല. അതൊന്നും അടിക്കില്ല. ബില്ല് അടിച്ചിട്ടില്ല, വന്നിട്ട് സ്കാൻ ചെയ്തില്ല. വണ്ടി ഇങ്ങോട്ട് വരുന്നത്. നടക്ക്, വണ്ടിക്ക് കിടക്ക്, നോക്കി കിടക്ക. എന്നെത്തിക്കോ? ശരി, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് പറയാൻ നോക്കട്ടെ.
പഞ്ചസാര വേണം, പിന്നെ ഏലക്കായ, ബേക്കിംഗ് സോഡ, പിന്നെ റവ, മൈദ, മുട്ട, ഉപ്പ്, വാനില എസൻസ്. കറക്റ്റ് കണക്ക് അറിയാം എനിക്ക്. എണ്ണ വേണം പൊരിക്കാൻ. ഓക്കെ. പിന്നെ ഇതുമുണ്ട്, നെയ്യ്. ഇതാണ് സിനിമ. എന്തൊക്കെ കുറെ നേരം ഒട്ടിക്കൊണ്ടിരിക്കുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചലഞ്ച് പറഞ്ഞാൽ ചലഞ്ചാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്യലൊന്നുമില്ല. നീ തന്നെ അത് ഇതാക്കണം, എല്ലാം റെഡിയാക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കി തരണം. കാരണം ചലഞ്ച് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് എന്തായാലും ചെയ്യ്. അല്ല സിനോ, ഈ ഒരു ചാലഞ്ച് നിനക്ക് ടഫായിരുന്നോ അതോ ഈസി ആയിരുന്നോ? കണ്ടറിയാ. ഉണ്ടാക്കാം, എന്തായാലും ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ സീനു ഏകദേശം എല്ലാ പണിയും ചെയ്ത് ഇനി ഫ്രൈ ചെയ്താൽ മാത്രം മതി പറഞ്ഞവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് വേണം ഇനി കഴിച്ച് നോക്കാൻ. നോക്കിയിട്ട് വേണം എന്താണെന്ന് പറയാൻ. ഇട്ടോ നോക്കട്ടെ. സാധനം ഇങ്ങനെ ആയി തുടങ്ങുന്നുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ. ഗായ്സ്, അപ്പോൾ സീനുത ഉണ്ടാക്കി കൊണ്ടുവന്നിക്കണു റവയും കൊണ്ടുള്ള കേക്ക്. ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരാണ് വിളിക്കുക. നമ്മുടെ അവിടെ റവ കേക്ക് തന്നെ വിളിക്കുക നോർമലി. സീനുവിൻ്റെ എന്താ ചിരിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത് കഴിച്ചു നോക്കണം. ഞാൻ കൺഫ്യൂഷനാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താവുമെന്ന് അറിയില്ല. പിന്നെ ചെറിയ സ്നാക്ക് ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. എന്തായാലും ഭയങ്കര ചൂട് കൂടുതലാണേ. സാധനം അടിപൊളിയായിട്ടുണ്ട്. ചെറിയ കൈപ്പുണ്യൊക്കെ ഉണ്ട് എൻ്റെ അത്ര ഇല്ലെങ്കിലും. ഇനി ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് നൈസായിട്ട് ചലഞ്ചാന്ന് പറഞ്ഞിട്ട് ഓർത്ത് പറഞ്ഞ സാധനം കിട്ടും. എല്ലാവരും ഈ ഐഡിയ ട്രൈ ചെയ്തോളി. അപ്പോൾ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.